വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ദേവി എല്ലാവരെയും നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ദേവിക്ക് പിന്നാലെ മോഹനും നടന്നു. അച്ഛനും അമ്മയും പോയതും അവർക്ക് പിന്നാലെ 3 മക്കളും ആ റൂമിൽ കയറി വാതിലടച്ചു. ആ വലിയ ഹാളിൽ വിശ്വനും കുടുംബവും മാത്രമായി. ശ്രദ്ധ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോൾ വിശ്വൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ശ്രദ്ധ, ഞങ്ങളൊന്നും നടന്നിട്ടില്ല ഡാഡി. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കിയതാ. പക്ഷെ അവൻ അടുപ്പിക്കാൻ എന്നെ കൊണ്ടായില്ല. വിശ്വൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മറുപടി കൊടുത്തു. അവളുടെ ആ മറുപടിയിൽ എല്ലാവരും ശരിക്കും ഞെട്ടി. ശ്രദ്ധ, നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് നിന്റെ ഒറ്റൊരാളുടെ വാശി കൊണ്ടാ. നിനക്ക് നിന്റെ ആഗ്രഹം നടക്കും, ഡാഡിക്ക് അവനുള്ള കണക്ക് തീർക്കാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇന്ന് നമ്മളവിടെ വന്നിരിക്കുന്നത്. സമാധാന ചർച്ച ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഞാൻ മര്യാദക്ക് പറഞ്ഞതാ, ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, നമ്മളെ വീട്ടിൽ മതിയെന്ന്. ഇനി ഇവിടുന്ന് ജീവനോട് പോകണമെങ്കിൽ അവൻ കനിയണം. പോസ്റ്റഡ്. വിവേക് ശ്രദ്ധയ്ക്ക് നേരെ ചീറുമ്പോൾ അവൾ മാത്രമല്ല മറ്റു 2 പേരും ഉത്തരമില്ലാതിരുന്നു. ശ്രദ്ധ, ശരിക്കൊന്നും ഉണ്ടായത് നീ അത് പറ. അത്രയും വീരം കൂടിയ സാധന അവൻ്റെ ഭക്ഷണത്തിൽ ഞാൻ കലർത്തിയത്, എന്നിട്ടും അവനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ. വിഷൻ പ്ലാന് മുഴുവൻ നഷ്ടഭ്രാന്തിൽ പറയുമ്പോൾ എല്ലാം കയ്യിൽ നിന്നും ചോർന്നു പോകുവാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശ്രദ്ധയുടെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് പോയി. ആ ഹോട്ടൽ റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വാതിൽ തുറന്നു. റൂം ബോയ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധ അവനെ ഒന്ന് പുണർന്നു. നിഷാം, താങ്ക് യു സോ മച്ച്. ഈ ഉപകാരം ഞാനൊരിക്കലും മറക്കില്ല. അവനെ പുണർന്നുകൊണ്ട് അവൾ പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി മുറുകെ ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞ് കൂടാമെന്നും അവൻ പ്രത്യേകം അവൾ ഓർമ്മിപ്പിച്ചു. ശ്രദ്ധ അവൻ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് ഡോർ അടച്ചു. ബെഡിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടന്നു. ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ട് കണ്ണുകൾ അടച്ച് മയങ്ങിക്കിടക്കുന്ന രുദ്രൻ ശ്രദ്ധയുടെ കാലുകൾ അവൻ്റെ അടുത്തേക്ക് ചലിച്ചു. അവൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവൾ ഇട്ടുന്ന നൈറ്റ് സാരി അവൾ അവളിൽ നിന്നും മടത്തി മാറ്റി താഴേക്ക് ഇട്ടു. എനിക്ക് നിന്നെ തോൽപ്പിക്കണം രുദ്ര. എന്നെ നീ അപമാനിച്ചതുപോലെ, താഴ്ത്തി കെട്ടിയതുപോലെ എല്ലാവരുടെയും മുന്നിൽ നീയും അപമാനിക്കപ്പെടണം. അതിന് ഞാനൊരു സുഖമുള്ള കളി കളിക്കാൻ പോവാണ്. എൻ്റെ ആഗ്രഹം നടക്കുകയും ചെയ്യും. നീയും നിന്റെ ഭാര്യയും 2 പാത്രത്തിലാകുകയും ചെയ്യും. അതും പറഞ്ഞുകൊണ്ട് ശ്രദ്ധ അവൻ്റെ ശരീരത്തിലേക്ക് അവളുടെ ശരീരം അമർത്തി വെച്ച് കിടന്നു. അവൻ്റെ ദൃഢമായ ശരീരത്തിൽ അവളുടെ ശരീരം അമർന്നതും അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അവളുടെ കൈകൾ രുദ്രൻ്റെ മുഖത്തിലൂടെ തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിൽ, മൂക്കിൽ, ചുണ്ടിൽ, കവിളിൽ, അങ്ങനെ എല്ലായിടത്തും അവൾ അവളുടെ കൈകൾ ചലിപ്പിച്ചു. പതിയെ അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. മുഖമങ്ങോട്ട് താഴ്ത്തി അവളെ അമർത്തി ഒന്ന് ചുംബിച്ച ശേഷം അവളുടെ പല്ലുകൾ കൊണ്ട് കടിച്ചു തുടങ്ങി. ഈശാ, രുദ്രനൊന്ന് മൂളി. ശ്രദ്ധ പകപ്പോടെ രുദ്രൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊരു ചിരിയോടെ കിടക്കുവാണ്. കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളെ കടിച്ചു പറിക്കാൻ അവൾക്ക് തോന്നി. ഇന്നുവരെ അവൻ്റെ ചിരി നേരിൽ കാണാത്ത സന്തോഷത്തിൽ അവൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. എന്നാൽ അവൻ്റെ ഇശക്കായി വിരിഞ്ഞ ചിരിയെ ആരോ കവർന്നെടുത്ത പോലെ അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ്റെ തലച്ചോറിൽ പതിക്കുന്ന ഗന്ധം അതവൻ്റെ ഇശയുടേതല്ല, വേറെ ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൻ്റെ കരുത്താർന്ന കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. അയഞ്ഞു പോരാത്ത രീതിയിൽ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ശ്രദ്ധ കൈയും കാലും വിട്ട് നിമിഷങ്ങളോളം അടിക്കുമ്പോൾ രുദ്രൻ്റെ മുഖത്ത് തെളിഞ്ഞ ക്രൂരഭാവം അവളെ കൂടുതൽ തളർത്തി. ശ്രദ്ധ ഓർമ്മയിൽ അവളുടെ കഴുത്തിൽ പിടിച്ചു. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ ആ രംഗം അവളുടെ മനസ്സിൽ പൂർവാധിക ശക്തിയിൽ തെളിഞ്ഞു. പിന്നെ നീ ശ്രമിച്ചില്ലേ? വിവേക് ചോദിക്കുമ്പോൾ അവൾ അവനെ തുറിച്ചു നോക്കി. ആ ഒരു അവസ്ഥയിൽ തിരിച്ചു വരാൻ തന്നെ 1/2 മണിക്കൂർ എടുത്തു ഞാൻ. അവസാനം എല്ലാം കഴിഞ്ഞ് വീണ്ടും ശ്രമിച്ചു, നടന്നില്ല. അവൻ ശരീരത്തിൽ തൊടുമ്പോൾ എല്ലും നുറങ്ങുന്ന പോലെ വേദനയായിരുന്നു. നടക്കില്ലെന്ന് ബോധ്യമായപ്പോൾ ഞാൻ തന്നെ സാരിയൊക്കെ അഴിച്ചു മാറ്റി അവൻ്റെ അടുത്ത് കയറി കിടന്നു, അതും അവൻ്റെ ശരീരത്തിൽ തൊടാതെ. അവളത് പറയുമ്പോൾ അവൾ നന്നായി ഭയന്നിരുന്നുവെന്ന് അവർക്കെല്ലാം മനസ്സിലായി. ആരും ഒന്നും മിണ്ടാതെ ആ ഇരുത്തം അങ്ങനെ ഇരുന്നു. ഒന്നും പറയാനില്ല. എന്ത് പറയാൻ? എല്ലാം അവസാനിച്ചു. ദേവിയും മഹിയും കണ്ണനും റോണയും പരസ്പരം നോക്കി ചിരിച്ചു. മുന്നിലെ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവരെല്ലാം നെഞ്ചത്ത് കൈവച്ചു. മനസ്സിലെ വലിയ ഭാരമാണ് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. CCTV ദൃശ്യങ്ങളൊക്കെ രുദ്രൻ്റെ ഫോണിൽ കണക്ട് ചെയ്തതാണ്. അതെല്ലാം റോണിയുടെ ലാപ്പിലേക്ക് അശോക് അയച്ചതാണ്. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഡിലിരുന്നു. മനുഷ്യൻ്റെ കാര്യമല്ലേ, എത്ര നല്ല സ്വഭാവമുള്ള മകനാണെന്ന് പറഞ്ഞാലും ആൽക്കഹോൾ ഉള്ളിലേക്ക് ചെന്നാൽ തീർന്നു. നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. മനസ്സിൽ അവനോടുള്ള ബഹുമാനമാണോ സ്നേഹമാണോ നിറഞ്ഞ് കവിയുന്നതെന്ന് അറിയില്ല. മഹിയേട്ടാ, ദേവി വിളിച്ചതും മഹി ദേവിയെ മുറുകെ ഒന്ന് പുണർന്നു. ആ പിടുത്തത്തിലുണ്ടായിരുന്നു അവരുടെ ഉള്ളിലെ സന്തോഷം. ചെറുക്കന്മാരും ആ അവസ്ഥയിൽ തന്നെയാണ്. അവർ സമാധാനത്തിൽ സെറ്റിയിലിരുന്നു. എന്നാൽ ഏട്ടനൊരു സംഭവം അല്ലേ?
കണ്ണൻ സെറ്റിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് രണ്ടും അവനൊന്ന് നോക്കി. നീ ഏതടാ? റോണിയാണെന്ന് ചോദിച്ചത്. കണ്ണൻ തലതിരിച്ച് രണ്ടിനെയും ഒന്ന് നോക്കി. രണ്ടും പൂജിച്ചു കൊണ്ടിരിക്കുവാണ്. ഞാൻ ഈ വീട്ടിലെ ഇളയ മകനാണ്. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? ശബ്ദം കേട്ടത് മൂന്നും ഒരുപോലെ മുന്നോട്ട് നോക്കി. മോഹൻ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുവാണ്. കണ്ണൻ ഒന്ന് ചിരിച്ചു കൊടുത്തു. ചിരിയല്ല, ഒരുമാതിരി ഇളി. സത്യത്തിൽ ഞാൻ നിന്റെ ആരടാ? നീ നിന്റെ അമ്മക്ക് വിളിച്ചു, ഈ രണ്ടെണ്ണത്തിന് വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല, തിരിച്ച് വിളിക്കുകയും ചെയ്തില്ല. പിന്നെ എന്തിനാടാ ഇളയ മകനാന്ന് പറയുന്നത്? എന്നെ തന്തയായി കാണാത്തവരൊന്നും അങ്ങനെ പറയണ്ട. ഏയ് ഡാഡി ഗിരിച്ച് അങ്ങനെ പറയരുത്. കണ്ണൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മോഹന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ മോഹൻ അവനെ കൈ തട്ടി മാറ്റി. ഇതിപ്പോ ഇവിടെ വന്നിട്ടൊന്ന് വെയിറ്റ് ഇട്ട് നടക്കണമെന്ന് കരുതിയ ചെക്കൻ എല്ലാവരുടെയും കൈയും കാലും പിടിക്കേണ്ട അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കാര്യം മറന്നുപോയി. അച്ഛൻ്റെ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയും മൊത്തത്തിൽ മറന്നുപോയി. ഇങ്ങനൊരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ഞാനൊരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുവുള്ളായിരുന്നു. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ബുദ്ധിയും വിവരമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാനിവിടെ വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് വേഗം പോന്നതാ. അല്ലാതെ ഇവിടെ നടക്കുന്ന അറിയാഞ്ഞിട്ട് നിനക്ക് സമാധാനമില്ലാത്തത് കൊണ്ടല്ല. റോണി അവനെ പൂജിച്ചതും അവൻ അതുപോലെ പൂജിച്ചു. അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? എനിക്ക് നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ബെഡിലേക്ക് ചാടി കമിഴ്ന്ന് കിടന്നു. ഇനിയുള്ള ആഖരികളിൽ നിന്നുള്ള രക്ഷപ്പെടലുകളാണത്. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവരും ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. രുദ്രൻ ശിവന്റെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രുദ്രൻ അവൻ്റെ ചുണ്ടിനെ അവളുടെ ചുണ്ടുകളിലേക്ക് അമർത്തി വെച്ചു. ആ നിമിഷം തന്നെ ശിവന്റെ ചുണ്ടുകളെ അവളുടെ വായ്ക്കകത്തേക്കാക്കി. രുദ്രൻ ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ ഓപ്പൺ ടോപ്പിനകത്തൂടെ കൈയിട്ട് അവളുടെ വയറിൽ തഴുകി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശിവന്റെ ചുണ്ടിനെ വിട്ടതും അവൻ അവളിൽ നിന്ന് ഉയർന്നു വന്ന് അവളുടെ ടോപ്പിനെ മാറ്റി അവളുടെ വയറിൽ അവൻ്റെ കവള അമർത്തി വെച്ച് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു. ഈച്ചാ. കുറേയധികം നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ പതിയെ വിളിച്ചു. രുദ്രൻ മൂളിക്കൊണ്ട് കവള് മാറ്റി അവളുടെ വയലിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ പൊക്കിൽ ചുടിയിൽ അമർത്തിയൊന്ന് മുത്തിയ ശേഷം അവനൊന്ന് ഉയർന്നു വന്നു. എന്താണ്? വയ്യേ? രുദ്രൻ ആദ്രമായി പതിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അല്ലെന്ന് തലയാട്ടി. അവർ മനഃപൂർവ്വം ചെയ്തതാവോ? ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ പെണ്ണിനത് ബാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പെണ്ണതൊന്നും ആലോചിക്കുക വേണ്ട. എല്ലാം ശരിയാക്കും, ഞാൻ ശരിയാക്കും, പോരെ? രുദ്രൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ തലയാട്ടി. എന്നാൽ നമുക്ക് താഴേക്ക് പോയാലോ? അതിനു മുമ്പ് ഒന്ന് മുഖമൊക്കെ തുടച്ച് സുന്ദരിയായിട്ട് വാ. നമുക്ക് അവരെയൊക്കെ ഓടിക്കണ്ടേ? സത്യങ്ങൾ അറിയണ്ടേ? അതിനിങ്ങനെ കരഞ്ഞു തൂങ്ങിയിരിക്കാതെ സന്തോഷത്തോടെ ഒപ്പം നിൽക്കണം. നിൽക്കില്ലേ? അതിനും അവൾ തലയാട്ടി. രുദ്രൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് കവളിൽ പതിയെ തലോടി. എന്നാ ചെല്ലി പോയൊന്ന് ഫ്രഷായി വാ. രുദ്രൻ പറഞ്ഞതും അവൾ പതിയെ ബെഡിൽ നിന്നിറങ്ങി ബാത്റൂമിൽ കയറി. രുദ്രൻ ആ സമയം ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കണ്ണുകളടച്ച കുറച്ചു നേരം ആ ഇരുട്ടിൽ അങ്ങനെ നിന്നു. നാളെ പുലരുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് അവൻ ഉറപ്പുവരുത്തി. കണ്ണുകൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കി. അവനെ ബ്ലാക്ക് ഗാർഡ്സ് മൊത്തം മാൻഷന് ചുറ്റുമുണ്ട്. അശോക് എന്തൊക്കെയോ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രുദ്രൻ അതെല്ലാം ഒന്നുകൂടെ നോക്കി അകത്തേക്ക് വന്നു. ബാത്റൂമിൽ നിന്നിറങ്ങി മുഖം തുടച്ച് ടവൽ അവിടെയായിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. രുദ്രനൊരു ടീഷർട്ടിട്ട് അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. അവരുടെ പരവും പ്രതീക്ഷിച്ച് കാത്തിരുന്നവരുടെ കണ്ണുകളിൽ അവൻ്റെ നിഴൽ കണ്ടതും ഭയം വന്ന് നിറഞ്ഞു തുടങ്ങി. ഇനി എന്ത് എന്ന ചിന്ത അവരെ വലിഞ്ഞു മുറുക്കി. രുദ്രന്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. ആ ചിരിയോട് കൂടി തന്നെയാണ് അവൻ താഴേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ആ ചിരി കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് എല്ലാം ആലോചിച്ചുകൊണ്ട് ഭയം നിറഞ്ഞു. ഇനി എന്ത്? അതാണ് ചിന്തിച്ചത്. രുദ്രൻ യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. യേശുവിൻ്റെ കണ്ണുകൾ ശ്രദ്ധയുടെ മുഖത്തായിരുന്നു. ശ്രദ്ധ തലതാഴ്ത്തി അവരെ നോക്കാതെ നിൽക്കുവാണ്. യേശുവിന് അവളുടെ മുഖത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റാൻ തോന്നിയില്ല. എന്തോ ഓർത്തുന്ന പോലെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളെ തടഞ്ഞു നിർത്തിയ ശേഷം അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു. ഒപ്പം അവനോട് ചേർത്ത് യേശുവിനെയും ഇരുത്തി. ആ സമയം തന്നെ വാതിൽ തുറന്ന് പുറത്തുനിന്ന് അശോക് കയറി വന്നു. റൂമിൽ നിന്നും കണ്ണനോടിച്ച് ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്നു. റോണി അവൻ്റെ കയ്യിലെ ലാപ്പ് അവർക്ക് മുന്നിൽ കാണുന്ന തരത്തിൽ വെച്ചുകൊണ്ട് മാറി നിന്നു. ദേവി യേശുവിൻ്റെ അടുത്തിരുന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മനസ്സിൽ തെളിഞ്ഞ സമാധാനം സന്തോഷമായി ദേവിയുടെ മുഖത്തുണ്ടായിരുന്നു. യേശു രുദ്രനിൽ നിന്നും അകന്ന് ദേവിയുടെ മാറിലേക്ക് മുഖം വെച്ച് അവരോട് ചേർന്നിരുന്നു. രുദ്രൻ യേശുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കാലിന് മുകളിൽ കാല് വെച്ച് സെറ്റിയിൽ ചാരി നേരിയിരുന്നു. അവൻ്റെ കണ്ണുകൾ മുന്നിലൊന്നും മിണ്ടാതെ അവരെയെല്ലാം മാറി മാറി നോക്കി നിൽക്കുന്നവരിലേക്ക് പോയി. പെട്ടെന്ന് മുന്നിലിരിക്കുന്ന ലാപ്പിൽ നിന്നും നേരത്തെ അവർ സംസാരിച്ചത് കേട്ടതും അവരുടെ 4 പേരുടെയും കണ്ണുകൾ അതിലേക്ക് പോയി. അവരുടെ കണ്ണുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ പുറത്തേക്ക് തള്ളി.
ഇനിയും നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് അവരുടെ ചിന്തകളെ പാടെ തകർത്തുകൊണ്ടുള്ള തെളിവുകൾ എല്ലാവരും അതിൽ തന്നെ തറഞ്ഞു നിന്നുപോയി. ലാപ്പിലെ സീൻ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും കേൾക്കുന്ന സംസാരം കേട്ടതും യേശു ദേവിയുടെ നെഞ്ചിൽ നിന്നും അകന്ന് ലാപ്പിലേക്ക് നോക്കി. ലാപ്പ് അവർക്ക് നേരെ ഇരിക്കുന്നത് കൊണ്ട് അതിലെ സീൻ യേശുവിന് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവർ സംസാരിക്കുന്നത് അവൾക്ക് നന്നായിട്ട് കേൾക്കാം. റോണി വന്ന് ലാപ്പ് അവൾക്ക് നേരെ തിരിച്ചു കൊടുത്തതും യേശു അതിലേക്ക് നോക്കി. അതിൽ ശ്രദ്ധ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിടർന്നിരുന്നു. ഇഷ, ലാപ്പിലേക്ക് തന്നെ കണ്ണിമ പൊട്ടാതെ നോക്കി നിൽക്കുന്നവളെ രുദ്രൻ വിളിച്ചതും അവൾ അവനൊന്ന് നോക്കി. കരയുവാണോ ചിരിക്കുവാണോ എന്നറിയാതെയാണ് അവൾ ഇരിക്കുന്നത്. സങ്കടത്തേക്കാൾ സന്തോഷമാണ് ആ മുഖത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഈശ്വര പൊട്ടിക്കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് അലച്ച് വീണുപോയി. രുദ്രൻ രണ്ട് കൈകൊണ്ടും അവളെ മുറുകെ മുറുകെ പൊടുന്നു. അവൾ കുറച്ചധികം നേരം അവന് നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. പതിയെ പതിയെ ആ ശബ്ദം തേങ്ങലായി മാറി. കുറച്ചു നേരം പോയി കിടന്നോ, നിനക്ക് നല്ല ക്ഷീണുണ്ട്, അതൊക്കെ ഒന്ന് മാറട്ടെ, പോയി കിടന്നോ. രുദ്രൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ആർദ്രമായി പറയുമ്പോൾ അവൾ തലകുലുക്കി. അനുസരണയോടെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. അവൾക്കറിയാം ആ ഒരു സന്ദർഭത്തിൽ അവൾ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന്. സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് യേശുവിൻ്റെ കണ്ണുകൾ ശ്രദ്ധയിലേക്ക് പോയി. രുദ്രൻ നെഞ്ചിൽ പതിഞ്ഞിരുന്ന് കരയുന്ന യേശുവിനെ തന്നെ നോക്കിയിരിക്കുക എന്ന് ശ്രദ്ധ. രുദ്രൻ ആർദ്രമായി സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവളതനുസരിച്ച് മുന്നോട്ട് നടക്കുന്നതുമൊക്കെ ശ്രദ്ധ നോക്കി നിന്നു. പെട്ടെന്ന് ആ കണ്ണുകൾ ശ്രദ്ധയെ നോക്കുന്നത് കണ്ടതും അവൾ അനങ്ങാനാവാതെ നിന്നു. എങ്ങനെ അവളെ നേരിടുമെന്ന് അറിയാതെ ശ്രദ്ധ നിന്നു. യേശു പതിയെ ശ്രദ്ധക്കടുത്തേക്ക് വന്ന് അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാണെന്ന് ശ്രദ്ധയ്ക്ക് മനസ്സിലായി. സന്തോഷിക്കുമല്ലോ വേണ്ടത്. പക്ഷേ യേശുവിൻ്റെ കണ്ണുകൾ ശ്രദ്ധയുടെ ചുണ്ടിലായിരുന്നു. അവളുടെ ഇച്ഛയെ ചുംബിച്ച ആ ചുണ്ടിൽ യേശുവിൻ്റെ കണ്ണുകൾ ചുവന്നു. സർവ്വശക്തിയും എടുത്തുകൊണ്ട് വലത്തെ കൈ ഉയർത്തി അവളുടെ ചുണ്ടിലേക്ക് യേശുവിൻ്റെ കൈ പതിഞ്ഞു. ശ്രദ്ധയുടെ ചുണ്ടും മൂക്കും ഒരുപോലെ വേദനിച്ചു. ചുണ്ടിൽ കൈവച്ച് ശ്രദ്ധ യേശുവിനെ നോക്കുമ്പോൾ അവളൊരു സമാധാനത്തോടുള്ള ചിരിയോടെ അവളെ നോക്കി നിൽക്കുവാണ്. പിന്നെ ആ ചിരിയോടെ തന്നെ മുന്നോട്ട് നടന്നു. നേരെ പോയത് ദേവിയുടെ മുറിയിലേക്കാണ്. ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന കണ്ണൻ്റെ അടുത്ത് വന്ന് കിടന്ന് അവനെ ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ചു. സന്തോഷത്തോടെ സമാധാനത്തോടെ. അതുവരെ ഒരു ചിരിയോടെ ശിവനെ തന്നെ നോക്കിയിരുന്ന രുദ്രൻ ദേവി റൂമിൻ്റെ വാതിലടച്ചതും ആ ചുണ്ടിലെ ചിരി മാറി അവിടെ ക്രൂരമായൊരു ഭാവം നിറഞ്ഞു. ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ലാതെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവൻ ശ്രദ്ധയുടെ കവളിൽ ആഞ്ഞൊരു അടിയടിച്ചു. രുദ്രൻ്റെ അടിയുടെ ശക്തിയിൽ ശ്രദ്ധ നിലത്തേക്ക് വീണു. നേരത്തെ യേശു അവളുടെ ചുണ്ടിലേക്ക് അടിച്ചപ്പോൾ ചുണ്ട് പല്ലിൽ തട്ടിക്കൊണ്ട് അവൾക്ക് നല്ലോണം വേദനയുണ്ടായിരുന്നു. അതിൽ കൂടെ ഇതുമായപ്പോൾ അവൾക്ക് മുഖം മൊത്തം ഒരു പുകച്ചിൽ പോലെ തോന്നി. നിന്നോട് ഞാൻ ചോദിച്ചല്ലടി പന്ന നായിൻ്റെ മോളെ, നീയൊക്കെ കൂടി തന്നെയാണ് ഇതിന് ഇറങ്ങി തിരിച്ചതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. തന്തയും മോള് കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആലോചിച്ചില്ലല്ലേ. നിലത്തേക്ക് വീണവളെ വലിച്ചു നിർത്തി മറ്റേ കവളിലും മാഞ്ഞടിച്ചുകൊണ്ട് രുദ്രൻ അവൾക്ക് നേരെ അലറുമ്പോൾ രുദ്രൻ്റെ ആ ഭാവത്തിൽ അവരെല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു. ഇവിടം കൊണ്ടെല്ലാം തീർന്നുവെന്ന് അവർക്ക് മനസ്സിലായി. രുദ്രൻ്റെ കയ്യിൽ വേദന കൊണ്ട് പിടയുന്ന മകളെ കണ്ട് സഹിക്കാൻ കഴിയാതെ വിഷൻ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എന്നാൽ രുദ്രൻ അവിടെ നിന്ന് അനങ്ങിയില്ലെന്ന് മാത്രമല്ല, അവൻ അയാളുടെ നെഞ്ചിലേക്കൊന്ന് ആഞ്ഞു ചവിട്ടി. നിലത്തേക്ക് മലന്ന് വീണതോടൊപ്പം ശ്വാസമെടുക്കാനാവാതെ അയാൾ കിടന്ന് പൊളിഞ്ഞു. ഗൗരി വന്ന് നെഞ്ചത്ത് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഇനി എന്തെന്ന് അറിയാതെ അവരെല്ലാം പകച്ചു നിന്നു. ആരെയും കൂടാതെ ആരെയും വിവരം അറിയിക്കാതെ മാൻഷനിലേക്ക് വന്ന നിമിഷത്തെ വിഷനും ഗൗരിയും ശപിച്ചു പോയി. രുദ്രൻ അവരുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ പിന്നിലേക്ക് വലിച്ചത് ഇങ്ങനെ ഒരു കാര്യത്തിന് ലോകത്തിന് മുന്നിൽ സ്വയം മോശക്കാരിയായി ചിത്രീകരിക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. അതും അച്ഛനും അമ്മയും കൂട്ടുനിന്നുകൊണ്ട് ഒരിക്കലും സമ്മതിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പൂർണ്ണമായും അത് വിശ്വസിക്കാതിരുന്നത്. എന്നാൽ നിങ്ങളൊക്കെ ഇതിനപ്പുറം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ പറഞ്ഞ വാക്കുകളിലെ പൊരുൾ ചികഞ്ഞ വിഷ്ണുവും ഗൗരിയും തോലിയിരുന്നത് പോലെ തോന്നി. ശരിയല്ലേ? ഏത് മാതാപിതാക്കളാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് സ്വന്തം മക്കളെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, പെൺമക്കളുള്ള ഏതെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനൊരു കാര്യം ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. വിശ്വൻ ദേഷ്യത്തോടെ നോക്കിയത് ശ്രദ്ധയാണ്. അവളുടെ ഒരാളുടെ വാശ കൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനൊരു അവസ്ഥയിൽ വന്നു നിൽക്കുന്നത്. അവനെ മോശക്കാരനാക്കി പറയിപ്പിക്കുകയും ചെയ്യാം, അവളുടെ കാര്യം നടക്കുകയും ചെയ്യാം. ആ ഒരൊറ്റ വാക്കിൽ ഇറങ്ങി തിരിച്ചതാണ്. അത് ആരുടെയും മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊണ്ടു നിർത്തി. എൻ്റെ പെണ്ണിനെ കൊല്ലാനുള്ള ബുദ്ധി എന്ന് നിന്റെ തലയിൽ ഉദിച്ചോ അന്ന് ആ നിമിഷം ഞാൻ നിന്റെ വിധി മാറ്റി എഴുതിയിരുന്നു. സമയാവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചെയ്തു തീർക്കാൻ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നുമുള്ള അവസരം നിങ്ങൾ തന്നില്ല. രുദ്രൻ അവർക്ക് മുന്നിലെ സെറ്റിയിലിരുന്ന് കാലിന് മുകളിൽ കാല് വെച്ച് ശ്രദ്ധയെയും വിഷിനെയും നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഭഴനീരിക്കുന്നത് അവനൊരു ചിരിയോടെ നോക്കിയിരുന്നു. മുന്നിലിരിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളാണ് സ്റ്റീഫനെ കെട്ടിത്തൂക്കിയതെന്നും എനിക്കറിയാം. അതിലുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്.
കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന നായ്ക്കൾക്ക് വിഷുവിന്റെ ശിക്ഷ മരണമാണെന്ന് അറിയാത്തവർ ഈ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ സ്റ്റീഫൻ ഞങ്ങളോട് പറയുന്ന സത്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തനിക്ക് അയച്ചു തന്നത്. എനിക്ക് സ്റ്റീഫനെ കൊല്ലാൻ ആഗ്രഹമില്ല. കാരണം അവൻ എന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അവൻ്റെ മകൻ്റെ മരണത്തിലുള്ള ചെയ്ത് കഴിഞ്ഞു. ഇനി അവനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. പക്ഷേ തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനൊരു വഴി വേണം. അതുകൊണ്ടാ തന്നെ തന്നെ ഞാനതിന് നിയോഗിച്ചത്. രുദ്രൻ പറയുമ്പോൾ വിഷനെല്ലാം തകർന്നവനെ പോലെ ആ നിലത്തേക്കിരുന്നു. ശരീരം കുഴഞ്ഞു പോകുന്ന പോലെ അയാൾക്ക് തോന്നി. സ്റ്റീഫനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് തന്നോടും പറയാനുള്ളൂ. എന്തിനാണ് എന്നോടുള്ള ദേഷ്യം എൻ്റെ പെണ്ണിനോട് തീർക്കാൻ പോയത്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ പെണ്ണിനെ എന്തിനാ വേദനിപ്പിക്കാൻ നോക്കിയത്? അവൾക്ക് എത്ര വേദനിച്ചെന്ന് അറിയോ തനിക്ക്? അവൾക്ക് ചുറ്റുമുള്ള ഞങ്ങൾക്ക് എത്രമാത്രം വേദനിച്ചെന്ന് അറിയോടാ? അത് പറയുമ്പോൾ അവൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന ആ ദിവസം